പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ അവിടുത്തെ സ്വർഗീയ തിരുവചനങ്ങളെ പകുത്തെടുക്കുവാൻ നമുക്ക് സന്ദർഭവും കരുണയും അരുളി ചെയ്ത അത്യുന്നതനായ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് വിനയത്തോടെ ചേർന്ന് ഇരിക്കാം. ഇന്ന് നമ്മൾ വീണ്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒത്തുചേരുമ്പോൾ നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിഷയമായി തീരുവാൻ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്യ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 10 തിരുവചനങ്ങൾ വേർതിരിക്കുകയാണ്. തെസ്സലോനിക്യ സഭയ്ക്ക് പൗലോസ് ശ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 10 വരെ തിരുവചനങ്ങൾ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ വേദഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി നമ്മെ ഉപദേശിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ഉണർന്നിരിക്കുക, സുബോധമായിരിക്കുക. കാരണം കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ നിമിഷത്തെക്കുറിച്ച് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. നാം ഉണർന്നിരിപ്പാൻ കടപ്പെട്ടവരാണ്. സൂക്ഷ്മതയോടെ അത് ക്രമപ്പെടുത്തേണ്ടവരാണ്. കാലങ്ങളും സമയങ്ങളും നമുക്ക് അറിയില്ല. ഒരുപക്ഷെ ഇനിയും സമയമുണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം, കുറേ കൂടെ നമുക്ക് അവസരമുണ്ടെന്ന് തോന്നിയേക്കാം. നാം അതുകൊണ്ട് വളരെ താമസിച്ച് കർത്താവ് വരികയുള്ളൂ എന്ന് നിശ്ചയിച്ച് അലസരായേക്കാം. എന്നാൽ അപ്പോസ്തലൻ പറയുന്നു, മുഴുവൻ സമയവും ജാഗ്രതയുള്ളവരായിട്ടിരിക്കണം. ഇവിടെ അപ്പോസ്തലൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. പകൽ സമയത്തെന്നതുപോലെയാണ് നാം ഉണർന്നിരിക്കേണ്ടത്. രാത്രി ഉറങ്ങുകയാണ്. രാത്രിയാണ് പലപ്പോഴും മനുഷ്യൻ സുബോധം നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഉറങ്ങുന്നത്, സുബോധം നഷ്ടപ്പെട്ട് പാപം ചെയ്യുന്നത്. എന്നാൽ പകൽക്കാലം എല്ലാവരും സുബോധത്തോടെ ഇരിക്കും. അതുകൊണ്ടാണ് പകൽ എന്നതുപോലെ ദൈവമക്കൾ ഇരിക്കണമെന്ന് പറയാൻ കാരണം. അപ്പോസ്തലനായ പൗലോസ് അത് റോമാലേഖനം 13-ാം അധ്യായത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുവാനാണ് 13-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള തിരുവചനങ്ങൾ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുവിൻ. മദ്യപാനത്തിലും വെറിക്കൂത്തിലുമല്ല, വ്യഭിചാരത്തിലും ദുർമോഹങ്ങളിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവാനാണ് അപ്പോസ്തലൻ അവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഉണർന്നിരിക്കണം, സുബോധമായിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം. കർത്താവ് വരുന്ന സമയം നമുക്ക് നിശ്ചയമില്ല. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ഓർമ്മപ്പെടുത്തൽ? കർത്താവായ യേശുക്രിസ്തു ഒന്നാമത് ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. അപ്പോൾ ആളുകൾ ഒരുങ്ങിയിരുന്നില്ലെങ്കിലും അവരെ തേടി അവൻ ചെന്നു. പാപത്തിൽ കിടക്കുന്നവരെ അവൻ സന്ദർശിച്ചു. പാപബന്ധനങ്ങളെ അവൻ അഴിച്ചു. പാപിയോട് അവൻ അനുകമ്പ കാണിച്ചു. ഇപ്പോഴും അത് കാണിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ പാപിയെ സ്നേഹിച്ചു. അവൻ വെറുത്തത് പാപിയെയല്ല, പാപത്തെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൻ പാപിക്ക് വേണ്ടി അവൻ്റെ ശിക്ഷ ഏറ്റു. അവൻ പാപിക്ക് വേണ്ടി കുരിശ് ചുമന്നു. അവൻ പാപിക്ക് വേണ്ടി കുരിശേറി. അവൻ പാപിക്ക് വേണ്ടി പ്രായശ്ചിത്തയാഗമായി. അവൻ പാപിക്ക് വേണ്ടി പ്രാണനെ വിട്ടു. അവൻ പാപിക്ക് വേണ്ടി മരിച്ച് പാപിയുടെ മരണം തൻ്റെ മേൽ ഏറ്റുവാങ്ങി പാപിയെ ജീവിപ്പിച്ചു.
ഇത്രയൊക്കെ ദൈവം ചെയ്തു. ഒടുവിൽ മരണത്തെ ജയിച്ച് പുനരുദ്ധാനം ചെയ്ത് പാതാളത്തെ തകർത്ത് പറുദീസയിൽ അവൻ നമുക്ക് വേണ്ടി ഇടമൊരുക്കി. ഇത്രമാത്രം വലിയ ത്യാഗം മാനവകുലത്തിന് വേണ്ടി ചെയ്ത മശിഹ ഇപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വാഗ്ദത്തം അങ്ങനെയാണ്: ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ലെന്ന് പറഞ്ഞു. അവൻ പോയി കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ അയച്ചു. അവൻ പോയത് എന്തിന് എന്ന് ചോദിച്ചാൽ അവൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്: ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാൻ പോകുകയാണ്, കൊട്ടാരങ്ങൾ ഒരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി കൊട്ടാരങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ ഞാനിരിക്കുന്ന ഇടത്ത് എന്നോടുകൂടെ നിങ്ങളെയും ഇരുത്താൻ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ സന്നിധിയിൽ ചേർക്കും. അപ്പോൾ അവൻ വീണ്ടും വരുന്നത് വിശുദ്ധരെ തൻ്റെ സന്നിധിയിൽ ചേർക്കാനാണ്. ഒന്നാമത് വന്നപ്പോൾ അവൻ പാപികളെ തേടിയാണ് വന്നത്. നമുക്ക് എല്ലാവർക്കും പ്രത്യാശയായിരുന്നു. എന്നാൽ അവൻ വീണ്ടും വരുമ്പോൾ പാപികളെ കൂടെ കൊണ്ടുപോകാനല്ല വരുന്നത്. പാപത്തിൽ നിന്ന് കഴുകപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ടവരെ, വിശുദ്ധീകരണം പ്രാപിച്ചവരെ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ച് തങ്ങളുടെ പാപക്കറകളെ കഴുകിക്കളഞ്ഞവരെ, വിശുദ്ധീകരണം പ്രാപിച്ചവരെ ചേർക്കുവാനാണ് അവൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. നാം നമ്മുടെ ജീവിതത്തെ രാപകൽ പരിശോധിച്ച് ചിട്ടപ്പെടുത്തണം. പാപത്തെ ആസ്വദിച്ചും അതിൽ രസിച്ചും ഉടനെയൊന്നും കർത്താവ് വരികയില്ല എന്ന് സ്വയം വിധിച്ച് ഈ ലോകത്തെ കുറെ കൂടെ ആസ്വദിക്കാമെന്ന് നാം തന്നെ തീരുമാനിച്ച് പിന്നെ ഒരുങ്ങാൻ സമയമുണ്ടല്ലോ എന്ന് വിധിച്ച് എൻ്റെ ആയുസ് മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, ഇനിയും എനിക്ക് അവസരം കിട്ടുമെന്ന് വിധിച്ച് കർത്താവിൻ്റെ വരവ് താമസിക്കുമെന്ന് സ്വയം പറഞ്ഞ് പാപത്തെ പുണർന്ന് ജീവിച്ചാൽ അപ്രതീക്ഷിതമായ നിമിഷത്തിൽ കർത്താവ് വരുമെന്നാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. രണ്ട് സംഗതികൾ ഒരു മനുഷ്യൻ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വരുമെന്ന് ഓർത്തുകൊള്ളണം. ഒന്ന്, മരണം. എപ്പോൾ വരുമെന്ന് ഒരു നിശ്ചയവുമില്ല. ഏത് നിമിഷത്തിലാണ്, ഏത് രൂപത്തിലാണ്, ഏത് വേഷത്തിലാണ്, എവിടെ വച്ചാണ് നിശ്ചയമില്ല. ഉറങ്ങിക്കിടക്കുമ്പോഴാണോ? ഒരു ഉറക്കം ശാശ്വതമായ ഉറക്കമായി മാറുമോ? ഉറക്കത്തിൽ ഹാർട്ട് നിന്നു പോകുമോ? ഉറക്കത്തിൽ ശരീരത്തിലുണ്ടാകുന്ന രാസപ്രവർത്തനം മൂലം ശ്വാസനിശ്വാസം നിന്നു പോകുമോ? നിശ്ചയമില്ല. ദൈവമക്കളെ, ഇനി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ടാണോ? അല്ല മുറ്റത്ത് നടക്കുമ്പോൾ വിഷദംശനമേറ്റിട്ടാണോ? ഇനി അതുമല്ല വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടം പറ്റിയിട്ടാണോ? ഇനി അതുമല്ല ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന പനി വളരെ പെട്ടെന്ന് മാരകമായി മാറിയിട്ടാണോ? ഇനി അതുമല്ല ജീവിതത്തിൽ ഏതെങ്കിലും പ്രകൃതിക്ഷോഭമോ ഇടിമിന്നലോ ഉണ്ടായിട്ടാണോ? നിശ്ചയമില്ല. എവിടെ വെച്ചാണ് അറിയില്ല. ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും ഏത് നിമിഷത്തിലും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് മരണം. പക്ഷേ മനുഷ്യൻ ഇപ്പോഴും അതേക്കുറിച്ച് ബോധവാനല്ല. ആധുനിക ലോകത്തെ മനുഷ്യരെല്ലാവരും ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഇനിയും എനിക്ക് അവസരമുണ്ടല്ലോ, എനിക്ക് ഇത്രയും പ്രായമല്ലേ ആയിട്ടുള്ളൂ, തൽക്കാലം എനിക്ക് വേറെ രോഗങ്ങളൊന്നുമില്ലല്ലോ, ഞാൻ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് കഴിഞ്ഞ ആഴ്ച എടുത്തതാണല്ലോ, എൻ്റെ ഹാർട്ട് വളരെ ഫിറ്റാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ആന്തരിക അവയവങ്ങൾക്കൊന്നും തകരാറില്ലെന്നാണല്ലോ പറഞ്ഞത്, എനിക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, കണ്ണു ചിമ്മി തുറക്കുന്ന മാത്രയ്ക്കുള്ളിൽ മരണം വേറെ ഏതെങ്കിലും വേഷത്തിൽ കയറി വന്നാലോ എന്തു ചെയ്യും? നമുക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം. വളരെ ആകസ്മികമായി, വളരെ അപ്രതീക്ഷിതമായി ചില ആളുകൾ കഴിഞ്ഞ നാളുകളിൽ കയ്യിൽ നിന്ന് ചോർന്നു പോയത്, ഊർന്നു പോയത് അനുഭവിച്ച് സങ്കടക്കടലിൽ നീന്തി കരപറ്റാൻ കഴിയാതെ നൊമ്പരപ്പെട്ടിരിക്കുന്ന ചിലരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട്. അപ്പോഴെങ്കിലും ഓർക്കണം, എനിക്കും ഇത് സംഭവിക്കാം. മറ്റുള്ളവരും ഓർക്കണം, എനിക്കും ഇത് സംഭവിക്കാം. അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏത് നിമിഷത്തിലും വന്ന് സംഭവിക്കാവുന്നതും പ്രതീക്ഷിക്കാവുന്നതുമായ മറ്റൊരു സംഗതിയാണ് കർത്താവിൻ്റെ പുനരാഗമനം. അത് എപ്പോൾ വരുമെന്ന് നിശ്ചയമില്ല. രാത്രിയിൽ കള്ളൻ വരും പോലെ കർത്താവിൻ്റെ വരവുമാകുമെന്ന് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവും പറഞ്ഞിട്ടുണ്ട്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വരെ വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. അത് നൊടി നേരത്തിനുള്ളിൽ സംഭവിക്കുന്നതാണ്. മുന്നറിയിപ്പൊന്നും ഉണ്ടാകില്ല. മിന്നലുണ്ടായാൽ പുറകെ ഇടി ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മിന്നൽ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഉണർന്നിരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനാണ് അപ്പോസ്തലൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഒരുപക്ഷേ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും ലോകത്തിൻ്റെ ചിന്തകളും നമ്മെ ഭരിക്കുന്നുണ്ടാകാം. ലോകത്തിൻ്റെ ആസ്വാദനങ്ങൾ നമ്മെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടാകാം. അത് പലപ്പോഴും നമ്മെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ടാകാം. അത് നമ്മെ കർത്താവിൽ നിന്ന് അകറ്റുന്നുണ്ടാകാം. അത് നമ്മെ ദൈവരാജ്യത്തിനും നിത്യരാജ്യത്തിനും ഓഹരിക്കാരും അവകാശികളും ആക്കേണ്ടതിന് പകരം അതിന് അന്യരാക്കുന്നുണ്ടാകാം. ഒരുങ്ങിയിരിപ്പാൻ നാം കടപ്പെട്ടവരാണ്.
ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി എനിക്ക് മുന്നിൽ അവസരമുണ്ട്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ കള്ളൻ അവസാന നിമിഷമല്ലേ മാനസാന്തരപ്പെട്ടത്, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ബന്ധപ്പെടുന്നത്, എനിക്കൊരവസരം കിട്ടാതിരിക്കുമോ, ഞാൻ ജീവിതത്തിൻ്റെ സായാഹ്ന നാളുകളിൽ അങ്ങ് മാനസാന്തരപ്പെടും, എനിക്കതിന് അവസരം കിട്ടും, കിട്ടാതിരിക്കില്ല. പ്രിയപ്പെട്ടവരെ ഓർക്കണം, അങ്ങനെ പലരും കഴിഞ്ഞ നാളിൽ പറഞ്ഞ് ആശ്വസിച്ചു. പക്ഷേ കണ്ണു ചുമ്മി തുറക്കുന്ന മാത്രയ്ക്കുള്ളിൽ തൊട്ടടുത്ത ദിവസം തന്നെ അവർ മരിച്ചുപോയി. അവർക്ക് മാനസാന്തരപ്പെടാൻ അവസരം കിട്ടിയില്ല. കള്ളൻ മാനസാന്തരപ്പെട്ടത് അവസാന നിമിഷത്തിലെന്നല്ല പറയേണ്ടത്, കള്ളൻ മാനസാന്തരപ്പെട്ടത് അവന് കിട്ടിയ ആദ്യത്തെ നിമിഷത്തിലാണെന്നാണ് പറയേണ്ടത്. അതാണ് ശരിയായ വ്യാഖ്യാനം. ഈ കള്ളൻ ഇതിനു മുമ്പ് യേശുവിനെ കണ്ടിട്ടില്ല. ഈ കള്ളൻ ഇതിനു മുമ്പ് സത്യം മനസ്സിലാക്കിയിട്ടില്ല. ഈ കള്ളൻ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും യേശു ക്രിസ്തുവിൽ രക്ഷിതാവിനെ കണ്ടെത്തിയിട്ടില്ല. പാപമോചനത്തിൻ്റെ ആവശ്യകതയോ രക്ഷയുടെ പ്രമാണമോ അവൻ മനസ്സിലാക്കിയിട്ടില്ല. കുരിശിൽ വേദന സഹിച്ച് കിടക്കുമ്പോഴാണ് അവൻ രക്ഷിതാവിനെ കണ്ടത്. ആ നിമിഷത്തിൽ തന്നെ അവൻ വിശ്വസിച്ചു. ആ നിമിഷത്തിൽ തന്നെ അവൻ അഭയം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ നിമിഷത്തിൽ തന്നെ കർത്താവ് അവന് മോചനവും കൊടുത്തു. അവൻ്റെ ജീവിതത്തിൽ അതിനു മുമ്പൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അവൻ അന്ന് മാനസാന്തരപ്പെട്ടേനെ. നമുക്കൊക്കെ അവസരങ്ങൾ ഒരുപാട് കിട്ടിയല്ലോ, കിട്ടിക്കൊണ്ടിരിക്കുന്നല്ലോ. ഇതും ഒരു നല്ല സന്ദർഭമാകുന്നുവല്ലോ. കിട്ടുന്ന ആദ്യ സന്ദർഭത്തിലാണ് ഒരാൾ മാനസാന്തരപ്പെടേണ്ടത്. കിട്ടുന്ന ആദ്യ സന്ദർഭമാണ് ഒരാൾ മാക്സിമം ഉപയോഗപ്പെടുത്തേണ്ടത്. കിട്ടുന്ന ആദ്യ സന്ദർഭമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എണ്ണപ്പെടേണ്ടത്. അവസരങ്ങൾ ഒരുപാട് സ്വയം നിഷേധിച്ചിട്ട് ഒടുവിൽ എനിക്കൊരവസരം കിട്ടുമെന്ന് സ്വയം വിധി പറഞ്ഞ് കാത്തിരുന്നിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടാതെ പോയാൽ അത് വലിയ കഷ്ടമാണ്, നഷ്ടമാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകവും പരിജ്ഞാനവുമാണ് ദൈവമക്കൾ സമ്പാദിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, കാലങ്ങളും സമയങ്ങളും നമുക്കറിയില്ല. പ്രകൃതിയുടെ നിലയും നിലവാരവും നമുക്കറിയില്ല. ശരീരത്തിലെ രാസമാറ്റങ്ങൾ നമുക്കറിയില്ല. നമ്മുടെ മുമ്പിൽ സംഭവിക്കുമ്പോൾ പോകുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് ദൈവ പൈതൽ സമയത്തൊരുങ്ങി നിൽക്കണം, അസമയത്തും ഒരുങ്ങി നിൽക്കണം. പ്രഭാതത്തിൽ ഒരുങ്ങി നിൽക്കണം, പ്രദോഷത്തിലും ഒരുങ്ങി നിൽക്കണം, പാതിരാത്രിയിൽ ഒരുങ്ങി നിൽക്കണം, നട്ടുച്ചയിലും ഒരുങ്ങി നിൽക്കണം. മുഴുവൻ സമയവും ഉള്ളിൽ ഞാൻ കർത്താവിൻ്റെ വകയാണ്, ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയാണ്, എൻ്റെ പേര് ദൈവ പൈതലെന്നാണ്, ഞാൻ വേർതിരിക്കപ്പെട്ടവളാണ്, ഞാൻ ഒരുങ്ങിയിരിക്കേണ്ടതാണ്, ഞാൻ പതിവ്രതയായി ഇരിക്കണം, എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്, എൻ്റെ മണവാളൻ മണവറ ഒരുക്കുകയാണ്, അവൻ വരും എന്നെ കൊണ്ടുപോകാൻ, ഞാൻ അവനോടുകൂടെ പോകേണ്ടവനാണ്, പോകേണ്ടവളാണ്. ഈ ഭൗമലോകം എനിക്കുള്ളതല്ല, ഇതെൻ്റെ താൽക്കാലിക വാസഗേഹമാണ്. ഇവിടുത്തെ എൻ്റെ ജീവിതത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ എൻ്റെ മണവാളന് വേണ്ടി ഒരുങ്ങുവാനാണ് ഇവിടെ ആയിരിക്കുന്നത്. ഒരുങ്ങേണ്ട സമയത്ത് ഞാൻ ഒരുങ്ങണം, ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങണം, എൻ്റെ മണവാളനായി കാത്തിരിക്കണം. അവൻ വരുന്ന നാഴിക എനിക്ക് നിശ്ചയമില്ല, അവൻ വരും ഉറപ്പ്, എപ്പോഴെന്നറിയായികയാൽ ഞാനും ഉണർന്ന് ജാഗ്രതപ്പെട്ടിരിക്കണമെന്ന് എല്ലാവരും എപ്പോഴും താങ്കളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഇതൊരു ജാഗ്രതയായിരിക്കണം. മനസ്സിൻ്റെ ആഴങ്ങളിൽ അത് എപ്പോഴും മനുഷ്യൻ ഉറപ്പിക്കണം. ഏത് നിമിഷത്തിലും മനുഷ്യൻ ഓർക്കണം, ഞാൻ എൻ്റെ മണവാളൻ്റെ വകയാണ്, ഇന്നെൻ്റെ മണവാളൻ വരും. ഒരു ദിവസം നേരം പുലർന്നാൽ കിടക്കുന്നിടത്ത് എഴുന്നേറ്റിരുന്ന് ആദ്യം പറയേണ്ടത് ഇങ്ങനെയാണ്, ഒരുപക്ഷേ അല്ല, ഇന്ന് നിശ്ചയമായും എൻ്റെ മണവാളൻ വരും. ഞാൻ എൻ്റെ മണവാളന് വേണ്ടി ഇന്ന് എന്നെ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഞാനിന്ന് പാപത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഒരിക്കലും വഴിതിരിച്ച് വിടില്ല. ഞാൻ ഈ ലോകത്തിൻ്റെ ആസ്വാദനങ്ങളിൽ മുഴുകില്ല. ഞാൻ എൻ്റെ മണവാളൻ്റെ സ്വന്തം മണവാട്ടിയാണ്. എൻ്റെ പ്രിയൻ ഇന്ന് വരും, ഞാൻ എൻ്റെ പ്രിയൻ്റെ കൂടെ പറന്നു പോകുമെന്നാണ് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം തുടങ്ങേണ്ടത്. അപ്പോൾ ആ ദിവസം നമുക്ക് സൂക്ഷ്മതയാചരിക്കാൻ പറ്റും, നമ്മുടെ നടപടിക്രമങ്ങളെ ചിട്ടപ്പെടുത്താൻ പറ്റും, നമ്മുടെ വായിൽ നിന്നുതിരുന്ന വാക്കുകളെ നമുക്ക് വളരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മനനമണ്ഡലത്തിലെ ധ്യാന ചിന്തകളെ നമുക്ക് എപ്പോഴും സൂക്ഷ്മതയോടെ വിശുദ്ധീകരിച്ച് നിർത്താൻ പറ്റും. നമ്മുടെ ക്രയവിക്രയങ്ങളെ നമുക്ക് എല്ലാ ഇടങ്ങളിലും ഒരു വിശുദ്ധനൊത്തവണ്ണം, കർത്താവിൻ്റെ മണവാട്ടിക്കൊത്തവണ്ണം ചിട്ടപ്പെടുത്താൻ കഴിയും. സത്യത്തിൽ ഈ ഓർമ്മ നമ്മിൽ അനേകരെ ഭരിക്കുന്നില്ലല്ലോ, അല്ല ബഹുഭൂരിപക്ഷത്തെയും ഭരിക്കുന്നില്ലല്ലോ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയാണെന്ന്, എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണെന്ന്, എൻ്റെ പ്രിയൻ വരുമെന്ന് ഒരു ദിവസം പ്രഭാതത്തിൽ ഓർത്തുകൊണ്ട് ദിവസം ആരംഭിക്കാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഇന്നത്തെ പ്രഭാതത്തിൽ എത്ര പേരാണ് അങ്ങനെ ദിവസം ആരംഭിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ. അത് വളരെ ചിട്ടയുള്ളൊരു ദിവസമായിരിക്കുമല്ലോ, നിഷ്ഠയുള്ളൊരു ദിവസമായിരിക്കുമല്ലോ, വിശുദ്ധിയുള്ളൊരു ദിവസമായിരിക്കുമല്ലോ, കരുതലുള്ളൊരു ദിവസമായിരിക്കുമല്ലോ. ഇനി അന്നത്തെ ദിവസം കർത്താവ് വരികയോ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയോ ചെയ്തില്ലെങ്കിൽ അന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, കിടക്കയിൽ ചായും മുമ്പ് ഒരു നിമിഷം ഇരുന്ന് ധ്യാനിക്കണം. ഇന്നെൻ്റെ കർത്താവ് വരും ഈ രാത്രി, ഞാൻ എൻ്റെ പ്രിയ മണവാളനോടുകൂടെ ഈ രാത്രി പറന്നു പോകും, എൻ്റെ പ്രിയനോട് ഞാൻ ചേരുന്ന മനോഹരമായ ദിവസമാണിത്, ഈ രാത്രി എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിതത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു മനോരോഗിയല്ല,
മറിച്ച് സൂക്ഷ്മതയുള്ള ഒരു ഭക്തയാണ്. ഇങ്ങനെ ആയിരിക്കാനാണ് അപ്പോസ്തലനായ പൗലോസ് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കേൾക്കുന്ന പലരും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അച്ഛാ ഈ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ ലോകത്ത് ജീവിതത്തിന് ഒരു കുഴപ്പവുമില്ല. നീതിക്ക് വിരുദ്ധമായതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, ക്രമം കെട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഈ ക്രമത്തിനകത്ത് ചെയ്യുന്നതൊന്നും പാപമല്ല പ്രിയപ്പെട്ടവരെ. ചിലരെങ്കിലും നനച്ചു വെച്ചിരിക്കുന്നത് വിശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ കുടുംബജീവിതത്തിൽ നിന്ന് വേർപെട്ടിരിക്കണം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോട് ഒക്കെ അകന്നിരിക്കണം, അതുമല്ലെങ്കിൽ ഏകാന്തതയിൽ എല്ലാം മറന്നങ്ങിരിക്കണം. അതൊന്നുമല്ല. സ്വാഭാവികമായ കുടുംബജീവിതം നയിക്കുക, എല്ലാവരോടും സ്നേഹമായി പെരുമാറുക, എല്ലായിടത്തും ശാന്തത കൈവരിക്കുക, എല്ലാവരോടും സമാധാനം ആചരിക്കുക, എല്ലാവരോടും നിരപ്പായിട്ടിരിക്കുക, എപ്പോഴും ഹൃദയത്തിൽ ദൈവിക വിചാരമുണ്ടാവുക. എൻ്റെ ദൈവമേ, ഞാൻ നിന്റെ സന്നിധിയിൽ വിശുദ്ധയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കാനുള്ള ഒരുക്കവും തീരുമാനവും സമർപ്പണവും ജീവിതത്തിലുണ്ടാവുക. ഇതിൻ്റെയൊക്കെ പേരാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജീവിതം. അങ്ങനെ നാം നമ്മെ തന്നെ ഒരുക്കി കാത്തിരിപ്പാൻ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, കള്ളൻ രാത്രിയിൽ വരുന്നത് ഒരു മുന്നറിയിപ്പും തരാതെയാണ്. ടെലഫോണിൽ വിളിച്ച് ഞാൻ ഇന്ന സമയത്ത് നിങ്ങളുടെ വീട് കവർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഉടമസ്ഥനെ അറിയിച്ചിട്ട് ഒരു കള്ളനും കക്കാൻ വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുന്നവൻ കള്ളനല്ല, അവന് വേറെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശം. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരിക്കലും മുന്നറിയിപ്പ് തന്നിട്ടില്ല. കർത്താവ് വരുന്ന നിമിഷത്തെക്കുറിച്ച് കർത്താവിന് പോലും അറിയില്ലെന്നാണ് കർത്താവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എൻ്റെ പുനരാഗമന നിമിഷത്തെക്കുറിച്ച് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. പിതാവ് കൽപ്പിക്കുന്നു, പുത്രൻ പുറപ്പെട്ടു വരുന്നു. ഇതാണ് സംഭവിക്കുന്നത്. യഹൂദ വിവാഹത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാളൻ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കും, മണവാട്ടി അവളുടെ ഭവനത്തിലും. എന്നാൽ കാലങ്ങൾക്കപ്പുറം ഒരു ദിവസം വളരെ ആകസ്മികമായിട്ടാണ് അപ്പൻ മകനോട് പറയുന്നത്, മകനെ, ഇനി താമസിക്കേണ്ട, നീ പോയി നിന്നെ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുവരിക. ആ കൽപ്പന കിട്ടുന്ന നിമിഷം മണവാളൻ ഇറങ്ങിത്തിരിക്കും തൻ്റെ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ. ആ കൽപ്പന പുറപ്പെടുന്ന നിമിഷം മണവാളനല്ല തീരുമാനിക്കുന്നത്, മണവാളൻ്റെ പിതാവാണ്. പിതാവാൻ ദൈവം കൽപ്പിക്കുന്ന നിമിഷം പുത്രനായ ദൈവം ഇറങ്ങി വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അത് അപ്രതീക്ഷിതമാണ്, അത് മുൻകൂട്ടി ഒരിക്കലും നിർണയിക്കപ്പെട്ടതല്ല. എന്നാൽ അത് സംഭവിക്കുന്നതിൻ്റെ അടയാളങ്ങളെ കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. കാലം അത് അടയാളപ്പെടുത്തുമെന്ന് കർത്താവ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. രാജ്യം രാജ്യത്തോട് എതിർക്കുമെന്ന്, അവിടെ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുമെന്ന്, പട്ടിണി മരണങ്ങൾ ലോകത്തെ കീഴടക്കുമെന്ന്, ലോകം മുഴുവനും വല്ലാത്ത പ്രതിസന്ധിയിലായിത്തീരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണിത്. ഓസോൺ പാളിയിൽ വളരെ ഭീമാകാരമായ വിള്ളൽ വീണിരിക്കുന്ന കാലമാണിത്. ഈ ആഗോളതാപനം വർദ്ധിച്ചിട്ട് കടലിലെ ജലനിരപ്പ് മുകളിലേക്ക് ഉയരുന്ന ഒരു കാലമാണിത്. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമലകളൊക്കെ ഉരുകി ഒഴുകി നദികളൊക്കെ കരകവിഞ്ഞൊഴുകുന്ന കാലമാണിത്. കാലാവസ്ഥ ക്രമം തെറ്റിപ്പോയ ഒരു കാലമാണിത്. പ്രിയപ്പെട്ടവരെ, എല്ലാ അർത്ഥത്തിലും ഭൂമി അത് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് വരാൻ കാലമായിട്ടുണ്ട്. കർത്താവ് പറഞ്ഞത് ഒന്നൊന്നായി നിറവേറുമ്പോൾ ഓർക്കുക, അത് അപ്രതീക്ഷിതമാണ്. ഒരു പ്രതീക്ഷയും ഇല്ല. ഇന്ന് വരുമെന്ന്, നാളെ വരുമെന്ന് നിശ്ചയമില്ല. പക്ഷേ അപ്രതീക്ഷിതമായി അവൻ വരും. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചിലർ ചോദിക്കുന്നുണ്ട്, നിൻ്റെ വരവിന് അടയാളം എന്താണ്? ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് അടയാളം വേണം. കർത്താവ് പറയുന്നു, നോഹയുടെ അടയാളമാണ്, സൂക്ഷിച്ചു കൊള്ളണം. നോഹ പ്രസംഗിച്ചു പ്രിയപ്പെട്ടവരെ, പക്ഷേ ആരും അത് വകവെച്ചില്ല. 120 കൊല്ലം നോഹ പെട്ടകം പണിയാനെടുത്തു. 120 കൊല്ലവും നോഹ ജനത്തെ പ്രബോധിപ്പിച്ചു. 120 കൊല്ലവും ജനം നോഹയെ പരിഹസിച്ചു. പക്ഷേ ഒരു ദിവസം കർത്താവ് പെട്ടകത്തിൻ്റെ വാതിലടച്ച ശേഷം മഴ പെയ്യാൻ ആരംഭിച്ചു. അന്ന് വരെ ലോകത്ത് മഴ പെയ്തിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മഴ പെയ്യുമെന്ന് പ്രസംഗിച്ചപ്പോൾ ജനം നോഹയെ പരിഹസിച്ചത്. കർത്താവ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് വരുമെന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലെ ഇത് പറയുന്നവരെ ബുദ്ധിമാന്മാരെന്ന് നനയ്ക്കുന്നവർ പരിഹസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പക്ഷേ അന്ന് മഴ പെയ്തു എങ്കിൽ കർത്താവ് ഒരു ദിവസം വരും നിശ്ചയം. അത് ഇന്ന് തന്നെ ആയാൽ നമ്മൾ ഒരുങ്ങി ഇരുന്നു കൊള്ളുക. ഇതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും മനുഷ്യർ അലസരായിരിക്കുമ്പോൾ അവൻ്റെ വരവ് പെട്ടെന്ന് സംഭവിക്കും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അലസത വരാൻ പാടില്ല. സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഒരു നിമിഷം പോലും നാം നഷ്ടപ്പെടുത്തരുത്. എപ്പോഴും ജാഗ്രതപ്പെട്ടിരിക്കണം. വിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 9 മുതൽ 13 വരെ തിരുവചനങ്ങളിൽ വ്യക്തമായി അപ്പോസ്തലനായ പത്രോസ് തൻ്റെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് മനോഹരമായ ഒരു ചിത്രം വരച്ചു വച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും.
അന്ന് ആകാശം പെട്ടെന്ന് കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പത്രോസ് വളരെ ശക്തമായിട്ടാണ് അതേക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും അടുത്തിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. കർത്താവ് വരാൻ താമസിക്കുന്നത് മനഃപൂർവ്വമാണ്. അവസാനത്തെ ആളും രക്ഷപ്പെടണമെന്ന് നനച്ചിട്ടാണ് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നത്. കർത്താവിൻ്റെ ദീർഘക്ഷമ പാപം ചെയ്ത് ജീവിക്കാനുള്ള ഒരു വളമായിട്ടല്ല നമ്മൾ വിനിയോഗിക്കേണ്ടത്. കർത്താവിൻ്റെ ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ നാം കൂടുതൽ സൂക്ഷ്മതയോടെ ഒരുങ്ങാനാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. മനുഷ്യനെ അഹങ്കാരിയും അലസനുമാക്കി തീർക്കുന്നുണ്ടോ കർത്താവിൻ്റെ ദീർഘക്ഷമ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഉണരാൻ കാലമായി, ഉറങ്ങിയത് മതി. ഈ ഭൂമിക്ക് വേണ്ടിയല്ലേ എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നത്? പക്ഷേ ഈ ഭൂമി കത്തിപ്പോകുമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ആകാശം ചുരുട്ടി മാറ്റപ്പെടുമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ഇത് ദൈവത്തിൽ നിന്ന് ലഭിച്ച അരുളപ്പാടാണ്, അപ്പോസ്തലൻ്റെ ബുദ്ധിയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതല്ല. എന്തുകൊണ്ടെന്നാൽ ഈ പത്രോസ് അപ്പോസ്തലൻ വലിയ പാണ്ഡിത്യമോ വേദജ്ഞാനമോ ഒന്നും ഉള്ള ആളല്ല എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മീൻ പിടിച്ച് ജീവിച്ച ഒരു സാധാരണക്കാരനായി മുക്കുവൻ, അന്നത്തെ കാലത്ത് വലിയ വിദ്യാഭ്യാസം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സാധാരണക്കാരൻ, അദ്ദേഹം ഇത്രയും വലിയൊരു മർമ്മം വളരെ വ്യക്തതയോടെ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് സ്വർഗത്തിൽ നിന്നുള്ള അരുളപ്പാടാണ്. പ്രിയപ്പെട്ടവരെ, ഈ അരുളപ്പാട് കേട്ടിട്ട് ഉണർന്നുകൊള്ളാൻ, ഒരുങ്ങിക്കൊള്ളാൻ നാം ഇനിയും താമസിക്കരുത്. നാം ഇനിയും അലസരായിക്കൂടാ. നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അതുകൊണ്ട് മദ്യപിക്കുന്നവർ അതിനോട് വിട പറയേണ്ടത് ഇന്നാണ്. ഇനി അത് ചെയ്യരുത്. കാരണം ആ പാപത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ കൂടെ പോകാൻ ഒക്കില്ല. അവൻ അശുദ്ധരെ കൂടെ കൊണ്ടുപോകില്ല. പാപിക്ക് അവനോട് കൂടെ പ്രവേശനമില്ല. മയക്കുമരുന്ന് ഉപയോഗിച്ച് അതിൽ മയങ്ങിയിരിക്കുന്നവരും പുക വലിച്ച് അതിൽ രസിച്ചിരിക്കുന്നവരുമൊക്കെ ഓർത്തുകൊള്ളട്ടെ. ദൈവമക്കളെ, ഇതൊക്കെ നിർത്തണം. അത് ഇന്നാണ് നിർത്തേണ്ടത്. കാരണം കർത്താവ് ഇന്ന് വന്നാൽ ഈ വക പാപങ്ങളിൽ മുഴുകി രസിച്ച് സ്വയം മറന്നിരിക്കുന്നവർക്ക് അവൻ്റെ കൂടെ പോകാനോ വാഗ്ദത്തം ചെയ്യപ്പെട്ട നിത്യ മണവറയിൽ നിത്യ സ്വർഗത്തിൽ പരമാനന്ദം അനുഭവിപ്പാനോ കഴിയില്ല. അവരങ്ങനെ പോകാൻ കഴിയാതെ വന്നാൽ പിന്നെ പോകേണ്ടി വരുന്നത് നിത്യനാശത്തിലേക്കും നിത്യ നരകത്തിലേക്കും ആയിരിക്കില്ലേ പ്രിയപ്പെട്ടവരെ? ഒരുപക്ഷെ ആളുകൾ ബുദ്ധി കൊണ്ട് അളന്നു നോക്കും, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടിട്ടല്ലേ ഉള്ളൂ, ഞാനിതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുന്നത്? ഇങ്ങനെ യുക്തിചിന്തയിൽ അന്ധരായതുകൊണ്ടാണല്ലോ നോഹയുടെ കാലത്ത് ജനം പ്രളയത്തിൽ നശിച്ചു പോയത്. വിവേകം കാണിക്കുക, കുറേ കൂടി വിവേകം കാണിക്കുക, കുറേ കൂടി വിനയപ്പെടുക, അഹങ്കാരം വെടിയുക, ഞാനെന്ന ഭാവം വിട്ടിട്ട് ഒന്ന് താഴാൻ തയ്യാറാവുക. നൊടി നേരത്തേക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ അഹന്തയുടെ നിലനിൽപ്പെന്ന് തിരിച്ചറിയുക. ഇത് ഒരു പറ്റിയ സന്ദർഭമാണ് നമുക്ക് മാറാനും മാനസാന്തരപ്പെടാനും. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നാം ഒരുങ്ങിയിരിക്കണം. പാപസുഖത്തിൽ ഉറങ്ങുന്നവരൊക്കെ ഉണർന്നുകൊള്ളുവാനാണ് ഈ സമയം ഓർമ്മിപ്പിക്കുന്നത്. ചിലരെങ്കിലും വ്യഭിചാര സുഖത്തിൽ ജീവിതം തള്ളി നീക്കുന്നവരാണ്. അവരുടെ ധാരണ ഇത് ലോകത്താരും അറിയുന്നില്ല, ഞാനും എൻ്റെ വ്യഭിചാര പങ്കാളിയും മാത്രമേ ഇത് അറിയുന്നുള്ളൂ, ഞാൻ ആരെയും ഇത് ബോധ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു സുഖത്തിൽ രമിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ കൂടെ പോകാൻ കഴിയില്ലല്ലോ ദൈവവൈതലേ. അശുദ്ധവും മ്ലേച്ഛവുമായ കാഴ്ച ഏതെങ്കിലുമൊക്കെ മീഡിയകളിലൂടെ സ്മാർട്ട് ഫോണിലോ കമ്പ്യൂട്ടറിലോ കണ്ടുകൊണ്ടിരിക്കുന്ന അതിലെല്ലാം മറന്ന് രസിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വരവെങ്കിൽ എന്തു ചെയ്യും പ്രിയപ്പെട്ടവരെ? രഹസ്യ ജീവിതത്തിൽ അരുതാത്ത ചില പാപങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ എന്തു ചെയ്യും പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൽ ചില ആളുകളോട് പിണങ്ങി വൈരാഗ്യം പെരുപ്പിച്ച് അവരെ തോൽപ്പിക്കാൻ തീരുമാനിച്ച് അവരുടെ പേരിൽ കേസുകൾ നടത്തി അവരെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്താൻ വേണ്ടി വാശിയും വൈരവുമായി നടക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ എന്തു ചെയ്യും പ്രിയപ്പെട്ടവരെ? ഒരുങ്ങണം നമ്മൾ. അതാണ് ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന സന്ദേശം. കർത്താവ് നമ്മെ രക്ഷിച്ചവനാണ്,
കർത്താവ് നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായവനാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കാതെ അവൻ നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്നവനാണ്. അവൻ വീണ്ടും വരുമ്പോൾ ലജ്ജിച്ചു പോകാതിരിപ്പാൻ ഉണർന്നും ജാഗ്രതപ്പെട്ടും അവൻ്റെ എതിരേൽപ്പിന് തങ്ങളെ തന്നെ ഒരുക്കുവാൻ എന്നെയും നിങ്ങളെയും ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഇന്ന് കേട്ട ദൂത് നമ്മുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുവാനും പൂർണ്ണ വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ വഴി നടത്തുവാനും സകല പാപങ്ങളോടും നാം വിട പറയുവാനും ആന്തരികമായതും ഭൗതികമായതും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല പാപങ്ങളോടും എന്നേക്കുമായി വിട പറഞ്ഞു തങ്ങളെ തന്നെ പരിപൂർണ വിശുദ്ധരും കർത്താവിന് കൊള്ളാവുന്നവരുമാക്കി തീർക്കുവാനും ഇന്നത്തെ ഈ സന്ദേശം ഇടവരുത്തട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിച്ച് ആഹ്വാനം ചെയ്ത് വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ തമ്പുരാനെ, അവിടുത്തെ പാദപീഠത്തിൽ നിന്ന മക്കൾ ചേർന്ന് വന്നപ്പോൾ നീ ഞങ്ങളെ സന്ദർശിച്ച് വ്യക്തതയോടെ അരുളി ചെയ്തതോർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ കേട്ട ദൂത് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായി, വിശുദ്ധിയായി, നിറവായി, അനുഗ്രഹമായി തീരണമേ. ഞങ്ങളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാൻ, ഞങ്ങൾ സ്വയമായിട്ടൊന്ന് ഒരുങ്ങാൻ, നിൻ്റെ വരവിനായി ഞങ്ങളെ തന്നെ ഒരുക്കാൻ, നിൻ്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നവരായി തീരുവാൻ ഓരോ പ്രഭാതത്തിലും ഓരോ പ്രദോഷത്തിലും ഞങ്ങൾ വിശുദ്ധിയിൽ പൂർണ്ണമായി ഞങ്ങളെ തന്നെ ഉറപ്പിച്ച് ഞങ്ങൾക്കൊരു മണവാളനുണ്ടവൻ മടങ്ങി വരുന്ന ദിവസം ഇന്നാണെന്ന് മനസ്സിൽ പറഞ്ഞ് വിശ്വസിച്ച് ദൈവമേ നിനക്ക് വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. അവിടുത്തെ വരവിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും നിന്നോടുകൂടെ നിത്യാനന്ദത്തിൽ പ്രവേശിപ്പാൻ ഈ കേട്ട സന്ദേശം ഞങ്ങൾക്ക് ഭാഗ്യവും അനുഗ്രഹവുമാക്കി തീർക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Somebody